ലോഗോസ് ക്വിസ് 2025 വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഐക്യത്തിന് ആഹ്വാനം എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കൃപാവരങ്ങളുടെ വൈവിധ്യം എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൽ നവജീവിതം എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വർജിക്കേണ്ട തിന്മകൾ എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 4-ാം അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ഓപ്ഷൻസോടുകൂടി നമുക്ക് കേൾക്കാം, പഠിക്കാം. ചോദ്യം: എങ്ങനെയുള്ള ജീവിതം നയിക്കുവാനാണ് കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന അപ്പസ്തോലൻ എഫേസോസുകാരോട് അപേക്ഷിക്കുന്നത്? ഓപ്ഷൻസ്: എ. നിങ്ങൾക്ക് ലഭിച്ച മഹത്വത്തിന് യോഗ്യമായ ജീവിതം. ബി. നിങ്ങൾക്ക് ലഭിച്ച ദാനത്തിന് യോഗ്യമായ ജീവിതം. സി. നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം. ഉത്തരം ഓപ്ഷൻ സി, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം. ചോദ്യം: നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം എപ്രകാരമാണ് വർത്തിക്കേണ്ടത്? ഓപ്ഷൻസ്: എ. സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. ബി. താഴ്മയോടെ വർത്തിക്കുവിൻ. സി. നന്ദിയോടെ വർത്തിക്കുവിൻ. ഉത്തരം ഓപ്ഷൻ എ, സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. ചോദ്യം: ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ഡാഷുമേയുള്ളൂ. എഫേസോസ് 4:5 അനുസരിച്ച് പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ. സുവിശേഷവുമേയുള്ളൂ. ബി. രക്ഷകനുമേയുള്ളൂ. സി. ജ്ഞാനസ്നാനവുമേയുള്ളൂ. ഉത്തരം ഓപ്ഷൻ സി, ജ്ഞാനസ്നാനവുമേയുള്ളൂ. ചോദ്യം: നമുക്ക് ഓരോരുത്തർക്കും എന്തിനനുസൃതമായിട്ടാണ് കൃപ നൽകപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: എ. ആത്മാവിന്റെ ദാനത്തിനനുസൃതമായി. ബി. ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി. സി. ക്രിസ്തുവിന്റെ വാഗ്ദാനത്തിന് അനുസൃതമായി. ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിന്റെ ദാനത്തിന് അനുസൃതമായി. ചോദ്യം: നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി എന്താണ് നൽകപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: എ. കൃപ. ബി. നീതി. സി. സമാധാനം. ഉത്തരം ഓപ്ഷൻ എ, കൃപ. ചോദ്യം: അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയത്? ഓപ്ഷൻസ്: എ. അസംഖ്യം രാജാക്കന്മാരെ. ബി. അസംഖ്യം ദാസന്മാരെ. സി. അസംഖ്യം തടവുകാരെ. ഉത്തരം ഓപ്ഷൻ സി, അസംഖ്യം തടവുകാരെ. ചോദ്യം: അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ആർക്കാണ് ദാനങ്ങൾ നൽകിയത്? ഓപ്ഷൻസ്: എ. വിശുദ്ധർക്ക്. ബി. മനുഷ്യർക്ക്. സി. ലോകത്തിന്. ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യർക്ക്. ചോദ്യം: പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ആരായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു എന്നാണ് അപ്പസ്തോലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്ഷൻസ്: എ. ശക്തിയായ ക്രിസ്തുവിലേക്ക്. ബി. ശിരസ്സായ ക്രിസ്തുവിലേക്ക്. സി. അഭയമായ ക്രിസ്തുവിലേക്ക്. ഉത്തരം ഓപ്ഷൻ ബി, ശിരസ്സായ ക്രിസ്തുവിലേക്ക്. ചോദ്യം: നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന ആരെ പോലെ ജീവിക്കരുത്. ഓപ്ഷൻസ്: എ. വിജാതീയരെ പോലെ ജീവിക്കരുത്. ബി. അന്യരെ പോലെ ജീവിക്കരുത്. സി. വിദേശികളെ പോലെ ജീവിക്കരുത്. ഉത്തരം ഓപ്ഷൻ എ, വിജാതീയരെ പോലെ ജീവിക്കരുത്. ചോദ്യം: നാം ഇനിമേൽ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ആരാകരുത്? ഓപ്ഷൻസ്: എ. സ്ഥിരതയില്ലാത്തവരാകരുത്. ബി. ശിശുക്കളാകരുത്. സി. പക്വതയില്ലാത്തവരാകരുത്. ഉത്തരം ഓപ്ഷൻ ബി, ശിശുക്കളാകരുത്. ചോദ്യം: ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് എന്തിൽ നിന്നാണ് അകറ്റപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: എ.
സത്യവചനത്തിൽ നിന്ന്, ബി ക്രിസ്തുവിൽ നിന്ന്, സി ദൈവത്തിന്റെ ജീവനിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിന്റെ ജീവനിൽ നിന്ന്. ചോദ്യം, അവർ മനസ്സ് മരവിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ചത് എന്തിനാണ്? ഓപ്ഷൻസ് എ ഭോഗാസക്തിക്ക്, ബി അത്യാഗ്രഹത്തിന്, സി സ്വാർത്ഥതയ്ക്ക്. ഉത്തരം ഓപ്ഷൻ എ ഭോഗാസക്തിക്ക്. ചോദ്യം, അവർ എന്തിലാണ് ആവേശത്തോടെ മുഴുകിയത്? ഓപ്ഷൻസ് എ എല്ലാത്തരം അശുദ്ധികളിലും, ബി ഹൃദയാഭിലാഷങ്ങളിൽ, സി ദുരാഗ്രഹങ്ങളിൽ. ഉത്തരം ഓപ്ഷൻ എ എല്ലാത്തരം അശുദ്ധികളിലും. ചോദ്യം, എന്തിനെ ദൂരെ എറിയുവിൻ എന്നാണ് എഫേസോസ് 4:22 അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് എ ആസക്തികളെ ദൂരെ എറിയുവിൻ, ബി പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ, സി പഴകിയ വസ്ത്രങ്ങൾ ദൂരെ എറിയുവിൻ. ഉത്തരം ഓപ്ഷൻ ബി പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. ചോദ്യം, വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് എന്താണ് സംസാരിക്കേണ്ടത്? ഓപ്ഷൻസ് എ വചനം സംസാരിക്കണം, ബി സത്യം സംസാരിക്കണം, സി ദൈവസ്നേഹം സംസാരിക്കണം. ഉത്തരം ഓപ്ഷൻ ബി സത്യം സംസാരിക്കണം. ചോദ്യം, കോപിക്കാം, നിങ്ങൾ എന്ത് ചെയ്യരുത് എന്നാണ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് എ തെറ്റ് ചെയ്യരുത്, ബി തിന്മ ചെയ്യരുത്, സി പാപം ചെയ്യരുത്. ഉത്തരം ഓപ്ഷൻ സി പാപം ചെയ്യരുത്. ചോദ്യം, നിങ്ങളുടെ കോപം എപ്പോൾ വരെ നീണ്ടുപോകാതിരിക്കട്ടെ? ഓപ്ഷൻസ് എ പ്രതികാരം വരെ നീണ്ടുപോകാതിരിക്കട്ടെ, ബി സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ, സി ശത്രുതയിലേക്ക് നീണ്ടുപോകാതിരിക്കട്ടെ. ഉത്തരം ഓപ്ഷൻ ബി സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. ചോദ്യം, ആർക്ക് നിങ്ങൾ അവസരം കൊടുക്കരുത്? ഓപ്ഷൻസ് എ മനുഷ്യന്, ബി ശത്രുവിന്, സി സാത്താന്. ഉത്തരം ഓപ്ഷൻ സി സാത്താന്. ചോദ്യം, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് എങ്ങനെയുള്ള വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ? ഓപ്ഷൻസ് എ തിന്മയുടെ വാക്കുകൾ, ബി സംശയത്തിന്റെ വാക്കുകൾ, സി ദൂഷണത്തിന്റെ വാക്കുകൾ. ഉത്തരം ഓപ്ഷൻ എ തിന്മയുടെ വാക്കുകൾ. ചോദ്യം, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആരാണ്? ഓപ്ഷൻസ് എ പുത്രനായ ക്രിസ്തു, ബി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, സി പിതാവായ ദൈവം. ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ചോദ്യം, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഡാഷ്. എഫേസോസ് 4:30 അനുസരിച്ച് പൂരിപ്പിക്കുക. ഓപ്ഷൻസ് എ നിരസിക്കരുത്, ബി വേദനിപ്പിക്കരുത്, സി നിരാശപ്പെടുത്തരുത്. ഉത്തരം ഓപ്ഷൻ ബി വേദനിപ്പിക്കരുത്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തെ അനുകരിക്കുക എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-1 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗങ്ങളിലുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് കേൾക്കാം, പഠിക്കാം. ചോദ്യം, ആരെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാരോട് പറയുന്നത്? ഓപ്ഷൻസ് എ അനുസരണയുള്ള മക്കളെ പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ, ബി വത്സല മക്കളെ പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ, സി കുഞ്ഞു മക്കളെ പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ഉത്തരം ഓപ്ഷൻ ബി വത്സല മക്കളെ പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ചോദ്യം, എഫേസോസ് 5-2 അനുസരിച്ച് പൂരിപ്പിക്കുക. ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ
നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ഓപ്ഷൻസ്: എ ക്രിസ്തു, ബി ദൈവം, സി അപ്പസ്തോലനായ ഞാൻ. ഉത്തരം ഓപ്ഷൻ എ ക്രിസ്തു. ചോദ്യം: അവിടുന്ന് നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ്? ഓപ്ഷൻസ്: എ സുരഭില കാഴ്ചയായി തന്നെ സമർപ്പിച്ചു, ബി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ സമർപ്പിച്ചു, സി തന്റെ ജീവൻ തന്നെയും അവിടുന്ന് സമർപ്പിച്ചു. ഉത്തരം ഓപ്ഷൻ ബി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ സമർപ്പിച്ചു. ചോദ്യം: വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവാൻ എന്തെല്ലാം തിന്മകളാണ് നാം വർജിക്കേണ്ടത്? ഓപ്ഷൻസ്: എ വിഗ്രഹാരാധന, അശുദ്ധി, ദുരാഗ്രഹം, ബി വ്യഭിചാരം, അശുദ്ധി, സ്വാർത്ഥത, സി വ്യഭിചാരം, അശുദ്ധി, അത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ സി വ്യഭിചാരം, അശുദ്ധി, അത്യാഗ്രഹം. ചോദ്യം: മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല, പകരം ഉചിതമായത് എന്താണെന്നാണ് അപ്പസ്തോലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ സ്തുതിയാണ് ഉചിതം, ബി കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം, സി സത്യസന്ധതയാണ് ഉചിതം. ഉത്തരം ഓപ്ഷൻ ബി കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. ചോദ്യം: എഫേസോസ് 5-ാം അധ്യായം 4-ാം വാക്യമനുസരിച്ച് പൂരിപ്പിക്കുക. ഡാഷും 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 നമുക്ക് യോജിച്ചതല്ല, പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. ഓപ്ഷൻസ്: എ വ്യഭിചാരവും അശുദ്ധിയും മ്ലേച്ഛതയും നമുക്ക് യോജിച്ചതല്ല, ബി മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല, സി ക്രോധവും അശുദ്ധിയും ദുരാഗ്രഹവും നമുക്ക് യോജിച്ചതല്ല. ഉത്തരം ഓപ്ഷൻ ബി മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. ചോദ്യം: വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും എവിടെ അവകാശമില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിനെന്നാണ് അപ്പസ്തോലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന്, ബി ക്രിസ്തുവിന്റെ ശരീരത്തിൽ അവകാശമില്ലെന്ന്, സി നീതിമാന്മാരുടെ രാജ്യത്തിൽ അവകാശമില്ലെന്ന്. ഉത്തരം ഓപ്ഷൻ എ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന്. ചോദ്യം: അനുസരണമില്ലാത്ത മക്കളുടെ മേൽ എന്തു നിബന്ധിക്കും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ദൈവത്തിന്റെ ശിക്ഷ, ബി ദൈവത്തിന്റെ ക്രോധം, സി ദൈവത്തിന്റെ വിധി. ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിന്റെ ക്രോധം. ചോദ്യം: സകല നന്മയിലും നീതിയിലും സത്യത്തിലും പ്രത്യക്ഷപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ ആത്മാവിന്റെ ഫലം, ബി പ്രകാശത്തിന്റെ ഫലം, സി അനുസരണയുടെ ഫലം. ഉത്തരം ഓപ്ഷൻ ബി പ്രകാശത്തിന്റെ ഫലം. ചോദ്യം: നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ ആരെ പോലെ ജീവിക്കുവാൻ ശ്രദ്ധിക്കുവിൻ? ഓപ്ഷൻസ്: എ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ, ബി വിശുദ്ധരെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ, സി മാതൃക നൽകുന്നവരെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഉത്തരം ഓപ്ഷൻ എ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ചോദ്യം: നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ എന്തുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ കെണിയുണ്ട്, ബി ദുരാസക്തിയുണ്ട്, സി ജഡികാസക്തിയുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ദുരാസക്തിയുണ്ട്. ചോദ്യം: നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് എന്തിനാലാണ് പൂരിതരാകേണ്ടത്? ഓപ്ഷൻസ്: എ ക്രിസ്തു സ്നേഹത്താൽ പൂരിതരാകുവിൻ, ബി ആത്മാവിനാൽ പൂരിതരാകുവിൻ, സി ക്രിസ്തു വിശ്വാസത്താൽ പൂരിതരാകുവിൻ. ഉത്തരം ഓപ്ഷൻ ബി ആത്മാവിനാൽ പൂരിതരാകുവിൻ. ചോദ്യം: കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ്? ഓപ്ഷൻസ്: എ സങ്കീർത്തനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ, ബി ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ, സി ഗീതങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. ഉത്തരം ഓപ്ഷൻ ബി ഗാനാലാപങ്ങളാൽ
പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. ചോദ്യം, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി ആർക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്നാണ് അപ്പസ്തോലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ, പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ബി, യേശുക്രിസ്തുവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. സി, സകലത്തിന്റെയും സൃഷ്ടാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഉത്തരം ഓപ്ഷൻ എ, പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ചോദ്യം, എന്തിനെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ, ദൈവത്തോടുള്ള ഭയത്തെ പ്രതി. ബി, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി. സി, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. ഉത്തരം ഓപ്ഷൻ സി, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. ചോദ്യം, ഭാര്യമാരെ നിങ്ങൾ എപ്രകാരം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ? ഓപ്ഷൻസ്: എ, കർത്താവിന് എന്ന പോലെ. ബി, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എന്ന പോലെ. സി, കർത്താവിനെ സ്നേഹിക്കുന്നവർ എന്ന പോലെ. ഉത്തരം ഓപ്ഷൻ എ, കർത്താവിന് എന്ന പോലെ. ചോദ്യം, ക്രിസ്തുവിന്റെ ശരീരം എന്ത് ആണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: എ, ശിഷ്യന്മാർ. ബി, സഭ. സി, സത്യവചനം. ഉത്തരം ഓപ്ഷൻ ബി, സഭ. ചോദ്യം, സഭ ക്രിസ്തുവിന്റെ ശരീരമെങ്കിൽ അതിന്റെ ശിരസ് ആരാണ്? ഓപ്ഷൻസ്: എ, പിതാവ്. ബി, ക്രിസ്തു. സി, ആത്മാവ്. ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തു. ചോദ്യം, സഭയാകുന്ന ശരീരത്തിന്റെ രക്ഷകൻ ആരാണ്? ഓപ്ഷൻസ്: എ, ക്രിസ്തു. ബി, ദൈവം. സി, പരിശുദ്ധാത്മാവ്. ഉത്തരം ക്രിസ്തു. ചോദ്യം, എന്തിനു വേണ്ടിയാണ് സഭയെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കിയത്? ഓപ്ഷൻസ്: എ, സഭയെ സംരക്ഷിക്കുന്നതിന്. ബി, സഭയെ വിശദീകരിക്കുന്നതിന്. സി, സഭയെ പരിപാലിക്കുന്നതിന്. ഉത്തരം ഓപ്ഷൻ ബി, സഭയെ വിശദീകരിക്കുന്നതിന്. ചോദ്യം, ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരെ തന്നെയാണ് സ്നേഹിക്കുന്നത്? ഓപ്ഷൻസ്: എ, സഭയെ തന്നെ. ബി, തന്നെ തന്നെ. സി, ക്രിസ്തുവിനെ തന്നെ. ഉത്തരം ഓപ്ഷൻ ബി, തന്നെ തന്നെ. ചോദ്യം, ആരും ഒരിക്കലും എന്തിനെ വെറുക്കുന്നില്ല എന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ, സ്വന്തം ആത്മാവിനെ വെറുക്കുന്നില്ലല്ലോ. ബി, ക്രിസ്തുവിനെ വെറുക്കുന്നില്ലല്ലോ. സി, സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ഉത്തരം ഓപ്ഷൻ സി, സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ചോദ്യം, നാം ആരുടെ അവയവങ്ങളാണ്? ഓപ്ഷൻസ്: എ, തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിന്റെ. ബി, അവന്റെ ശരീരത്തിന്റെ. സി, അവന്റെ രാജ്യത്തിന്റെ. ഉത്തരം ഓപ്ഷൻ ബി, അവന്റെ ശരീരത്തിന്റെ. ചോദ്യം, സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി ഇത് ഒരു വലിയ രഹസ്യമാണ് എന്ന് അപ്പോസ്തലൻ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻസ്: എ, പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ബി, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സാമ്രാജ്യവും ഒന്നാവുകയും ചെയ്യും. സി, ക്രിസ്തുവും അവന്റെ ശരീരമായ സഭയും ഒന്നാവുകയും ചെയ്യും. ഉത്തരം ഓപ്ഷൻ എ, പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ചോദ്യം, എഫേസോസ് 5-ാം അധ്യായം 33-ാം വാക്യം അനുസരിച്ച് പൂരിപ്പിക്കുക. ഭാര്യയാകട്ടെ ഭർത്താവിനെ ഡാഷ് വേണം. ഓപ്ഷൻസ്: എ, പ്രോത്സാഹിപ്പിക്കുകയും വേണം. ബി, ബഹുമാനിക്കുകയും വേണം. സി, സ്നേഹിക്കുകയും വേണം. ഉത്തരം ഓപ്ഷൻ ബി, ബഹുമാനിക്കുകയും വേണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ മക്കളും മാതാപിതാക്കന്മാരും എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 5 മുതൽ
9 വരെയുള്ള വാക്യങ്ങൾ ഭൃത്യന്മാരും യജമാനന്മാരും എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ആത്മീയ സമരം എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവിൻ എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഉപസംഹാരം, ആശംസ എന്നീ ശീർഷകങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 6-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗങ്ങളിലുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് കേൾക്കാം, പഠിക്കാം. ചോദ്യം: കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ എന്ത് ചെയ്യുവിൻ, അത് ന്യായയുക്തമാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ 6:1 പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുകരിക്കുവിൻ. ബി, നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. സി, നിങ്ങൾ മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കുവിൻ. ഉത്തരം ഓപ്ഷൻ ബി, നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ചോദ്യം: വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് എ, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ബി, ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. സി, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഉത്തരം ഓപ്ഷൻ സി, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ചോദ്യം: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ എന്ത് ഉളവാക്കരുത്? ഓപ്ഷൻസ് എ, നിരാശ. ബി, കോപം. സി, അഹങ്കാരം. ഉത്തരം ഓപ്ഷൻ ബി, കോപം. ചോദ്യം: കുട്ടികളെ എപ്രകാരമാണ് വളർത്തേണ്ടത്? ഓപ്ഷൻസ് എ, കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. ബി, പരിശീലനത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. സി, ഭയത്തിലും ഭക്തിയിലും വളർത്തുവിൻ. ഉത്തരം ഓപ്ഷൻ എ, കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. ചോദ്യം: മനുഷ്യനു വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്ന പോലെ ലൗകിക യജമാനന്മാർക്ക് എപ്രകാരം ശുശ്രൂഷ ചെയ്യണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് എ, വിനയത്തോടെ ശുശ്രൂഷ ചെയ്യണം. ബി, ആത്മാർത്ഥതയോടെ ശുശ്രൂഷ ചെയ്യണം. സി, സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഉത്തരം ഓപ്ഷൻ സി, സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ചോദ്യം: ഓരോരുത്തരും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, എന്തിനുള്ള പ്രതിഫലമാണ് കർത്താവിൽ നിന്ന് ലഭിക്കുന്നത്? ഓപ്ഷൻസ് എ, നന്മ ചെയ്യുന്നതിന് തക്ക പ്രതിഫലം. ബി, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം. സി, ആത്മാർത്ഥമായ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം. ഉത്തരം ഓപ്ഷൻ ബി, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം. ചോദ്യം: എഫേസോസ് എത്രാം അധ്യായത്തിലാണ് ആത്മീയ സമരം എന്ന ശീർഷകത്തിൽ വചനഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് എ, അധ്യായം 6 10 മുതൽ 17 വരെ വാക്യങ്ങൾ. ബി, അധ്യായം 5 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ. സി, അധ്യായം 5 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ. ഉത്തരം ഓപ്ഷൻ എ, അധ്യായം 6 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ. ചോദ്യം: ആത്മീയ സമരത്തിൽ ഏതു ദിനത്തിൽ ചേർത്തു നിൽക്കാനാണ് നാം എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ടത്? ഓപ്ഷൻസ് എ, അന്ത്യദിനത്തിൽ ചേർത്തു നിൽക്കാൻ. ബി, തിന്മയുടെ ദിനത്തിൽ ചേർത്തു നിൽക്കാൻ. സി, കഷ്ടതയുടെ ദിനത്തിൽ ചേർത്തു നിൽക്കാൻ. ഉത്തരം ഓപ്ഷൻ ബി, തിന്മയുടെ ദിനത്തിൽ ചേർത്തു നിൽക്കാൻ. ചോദ്യം: ആത്മീയ സമരത്തിൽ നാം എന്തുകൊണ്ട് അരമുറുക്കണം? ഓപ്ഷൻസ് എ, വിശുദ്ധി കൊണ്ട് അരമുറുക്കുവിൻ. ബി, സത്യം കൊണ്ട് അരമുറുക്കുവിൻ. സി, സ്നേഹം കൊണ്ട് അരമുറുക്കുവിൻ. ഉത്തരം ഓപ്ഷൻ ബി, സത്യം കൊണ്ട് അരമുറുക്കുവിൻ. ചോദ്യം: തിന്മയ്ക്കെതിരെ ചേർത്തു നിൽക്കാൻ എന്തിന്റെ കവചമാണ് ധരിക്കേണ്ടത്? ഓപ്ഷൻസ് എ, നീതിയുടെ കവചം ധരിച്ച്. ബി, നന്മയുടെ കവചം ധരിച്ച്.
സി സമാധാനത്തിന്റെ കവചം ധരിച്ച്. ഉത്തരം ഓപ്ഷൻ എ നീതിയുടെ കവചം ധരിച്ച്. ചോദ്യം, സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന എന്താണ് ധരിക്കേണ്ടത്? ഓപ്ഷൻസ് എ പാദരക്ഷകൾ ധരിക്കുവിൻ, ബി പടച്ചട്ട ധരിക്കുവിൻ, സി പടത്തൊപ്പി ധരിക്കുവിൻ. ഉത്തരം ഓപ്ഷൻ എ പാദരക്ഷകൾ ധരിക്കുവിൻ. ചോദ്യം, സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നമ്മെ ശക്തരാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ പ്രത്യാശയുടെ പരിച, ബി വിശ്വാസത്തിന്റെ പരിച, സി സ്നേഹത്തിന്റെ പരിച. ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസത്തിന്റെ പരിച. ചോദ്യം, ആത്മീയ സമരത്തിൽ നാം എന്താണ് അണിയേണ്ടത്? ഓപ്ഷൻസ് എ രക്ഷയുടെ പടത്തൊപ്പി അണിയണം, ബി നീതിയുടെ പടത്തൊപ്പി അണിയണം, സി സംയമനത്തിന്റെ പടത്തൊപ്പി അണിയണം. ഉത്തരം ഓപ്ഷൻ എ രക്ഷയുടെ പടത്തൊപ്പി അണിയണം. ചോദ്യം, ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട വാൾ ഏതാണ്? ഓപ്ഷൻസ് എ ദൈവഭയമാകുന്ന ആത്മാവിന്റെ വാൾ, ബി ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ, സി ആലോചനയാകുന്ന ആത്മാവിന്റെ വാൾ. ഉത്തരം ഓപ്ഷൻ ബി ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ. ചോദ്യം, ആത്മീയ സമരത്തിൽ നാം ധരിക്കേണ്ടതായി പ്രതിപാദിച്ചിരിക്കുന്ന ആയുധങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് എ നീതി, ബി സ്നേഹം, സി സത്യം. ഉത്തരം ഓപ്ഷൻ ബി സ്നേഹം. ചോദ്യം, നിങ്ങൾ അവിശ്രാന്തം ഉണർന്നിരുന്ന് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഓപ്ഷൻസ് എ എല്ലാ അയക്കപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ബി എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ, സി എല്ലാ അപ്പസ്തോലന്മാർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഉത്തരം ഓപ്ഷൻ ബി എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ചോദ്യം, സുവിശേഷത്തിന്റെ രഹസ്യം എപ്രകാരം പ്രഘോഷിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് അപ്പസ്തോലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് എ സന്തോഷത്തോടെ പ്രഘോഷിക്കുവാൻ, ബി അഭിഷേകത്തോടെ പ്രഘോഷിക്കുവാൻ, സി ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാൻ. ചോദ്യം, താൻ ആരാണെന്നാണ് പൗലോസ് അപ്പസ്തോലൻ അധ്യായം 6 20 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ് എ സുവിശേഷ രഹസ്യത്തിന്റെ ദാസനാണല്ലോ ഞാൻ, ബി സുവിശേഷ രഹസ്യത്തിന്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ, സി സുവിശേഷ രഹസ്യത്തിന്റെ പ്രഘോഷകനാണല്ലോ ഞാൻ. ഉത്തരം ഓപ്ഷൻ ബി സുവിശേഷ രഹസ്യത്തിന്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. ചോദ്യം, ഞാൻ എങ്ങനെയിരിക്കുന്നെന്നും എന്തു ചെയ്യുന്നുവെന്നും എഫെസോസുകാരോട് ആര് പറയുമെന്നാണ് അപ്പസ്തോലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് എ തിക്കിക്കോസ്, ബി തിമോത്തേയോസ്, സി അക്വീല. ഉത്തരം ഓപ്ഷൻ എ തിക്കിക്കോസ്. ചോദ്യം, തിക്കിക്കോസിനെ ലേഖകൻ എപ്രകാരമാണ് പരിചയപ്പെടുത്തുന്നത്? ഓപ്ഷൻസ് എ നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിക്കിക്കോസ്, ബി എന്റെ സഹപ്രവർത്തകനും വിശ്വസ്തനുമായ തിക്കിക്കോസ്, സി നമ്മുടെ സഹോദരനും ക്രിസ്തുദാസനുമായ തിക്കിക്കോസ്. ഉത്തരം ഓപ്ഷൻ എ നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിക്കിക്കോസ്. ചോദ്യം, സഹോദരർക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും വിശ്വാസപൂർവകമായ ഡാഷും ഡാഷും. എഫെസോസ് 6 അധ്യായം 23 വാക്യമനുസരിച്ച് പൂരിപ്പിക്കുക. ഓപ്ഷൻസ് എ സ്നേഹവും മഹത്വവും, ബി പ്രത്യാശയും സ്നേഹവും, സി സ്നേഹവും സമാധാനവും. ഉത്തരം ഓപ്ഷൻ സി സ്നേഹവും സമാധാനവും. ചോദ്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകട്ടെ എന്നാണ് അപ്പസ്തോലൻ ആശംസിക്കുന്നത്? ഓപ്ഷൻസ് എ കൃപയും ശാന്തിയും ഉണ്ടാകട്ടെ, ബി ആനന്ദവും നിത്യജീവനും ഉണ്ടാകട്ടെ, സി കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ. ഉത്തരം
ഓപ്ഷൻ സി കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ.